അയ്യോ വന്നെ വരുവേണ്ടോ. നമസ്കാരം. ഫിലിപ്പോസ് എന്നാണല്ലോ പേര്. അതെ അതെ. ലണ്ടനിൽ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ നേഴ്സാണ്. എന്ത് നേഴ്സ്? മെയിൽ നേഴ്സ്. അപ്പൊ വൈഫോ? വൈഫ് ഫീമെയിൽ നേഴ്സ്. അയ്യോ മൊത്തം കൺഫ്യൂഷൻ ആണല്ലോ. പേ പിടിച്ചിട്ടുണ്ടാ? എന്താ അത്? അല്ല ചിരിയാണ്ട്. അയ്യോ അത് എൻ്റെ ഒരു മാസ്റ്റർ പീസാ. ശരി. എപ്പിസോഡിന്റെ സമയം തേക്കണ്ട, അതിനു വേണ്ടി ചിരിക്കുക. അപ്പൊ താങ്കളുടെ ബയോഡാറ്റ ഞാൻ വായിച്ചു. ഒത്തിരി കലാരൂപങ്ങൾ അറിയാവുന്ന ആളാണെന്ന് ഞാൻ വായിച്ചു. അതെന്താ നാട്ടിൽ എന്തൊക്കെയാ സംഭവം? ഞാൻ എന്നെ പൊക്കി പറയില്ല, ഞാൻ കലാതിലകനാ. അയ്യോ അത് പെണ്ണുങ്ങൾക്കാ പറയുന്നത് കലാതിലകം എന്നുള്ളത്. അത് പെണ്ണുങ്ങള്. കലാതിലകൻ എന്ന് പറഞ്ഞ പെണ്ണുങ്ങള്, കലാതിലകൻ എന്ന് പറഞ്ഞ ആണുങ്ങള്. അയ്യോ ആണുങ്ങൾക്ക് പറയുന്ന കലാപ്രതിഭ. അത് പ്രതിമ ഉണ്ടാക്കുന്ന ആൾക്കാരില്ലേ, കലാപ്രതിമ. അല്ല അപ്പൊ ഒത്തിരി കഴിവുകൾ, അതായത് കുച്ചിപ്പുടി, ഭരതനാട്യം, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടിയത്? ഒരുപാട് എനിക്ക് പോയിന്റ്സ് കിട്ടിയത് ഫ്ലൂട്ട് വായിക്കണേലായിരുന്നു. വിശ്വാസം വരില്ല അല്ലേ? ഇല്ല. പലവർക്കും സംശയം ഉണ്ടാവും എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ കൈ പിടിച്ചതാ. കണ്ട എല്ലാവർക്കും സംശയം ഉണ്ടാവും. അല്ല ഇത് വെച്ചൊരു അഭ്യാസം ഇവിടെ കാണിക്കാവോ? ഞാനിത് സാറിന്റെ മുമ്പിൽ ലൈവായിട്ട് വായിച്ച് കാണിച്ചു തരാം. ഏതാണ്? ക്ലാസിക്കലാണോ വായിക്കാൻ പോകുന്നത്? ക്ലാസിക്കൽ ഇപ്പൊ ഏത് പട്ടിക്ക് വേണം? ദാസേട്ടന്റെ പഴയ പാട്ടുണ്ട്. ദാസേട്ടന്റെ. ഓക്കെ ഓക്കെ. തെരെ മേരെ കാമ്പി പനാ കൂന ആനക്കെന്തൊരു ചേന കലാകുലാകൂ സനാ പുനാന. കറക്റ്റ് ബസ് സ്റ്റാൻഡ് അല്ലേ? ശവ്യം ഉണ്ടായിരിക്കും. ഓക്കെ കേൾക്കാം. ഈശ്വര രക്ഷിക്കണേ. വളരെ ഗംഭീരമായിട്ടുണ്ട്. കലാകാരനല്ലേ? ഇതിന് പോയിന്റ്സ് കൊടുക്കാൻ പറ്റില്ല. വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ 2 രൂപ 50 പൈസ സമ്മാനമായിട്ട് ലഭിക്കും. 2 രൂപ 50 പൈസ? അതെ. ഇതിനേക്കാളും നല്ല മറ്റേ പണിയാണ്. ഏത്? ഒറ്റമൂലി. അതും കൺഫ്യൂഷൻ ആക്കി. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കൂ. എല്ലാവർക്കും പറഞ്ഞ മനസ്സിലാവണ കരയ്ക്കൂ വെള്ളം അവിടെ നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂ വെള്ളം. ചോദ്യം ഇതാണ്. ആരാണ് ഗായകൻ? അതല്ല, ചോദ്യം ഇതാണ്. ആരാണ് സിംഗർ? അയ്യോ അതല്ല, ചോദ്യം ഇതാണ്. ഈ പാട്ട് പാടിയത് ആരാണ്? അല്ല, ചോദ്യം ഇതാണ്. അല്ലിയാമ്പൽ കടവിൽ എത്രത്തോളമായിരുന്നു വെള്ളം? അതതിന്റെ ലെവലാണ് പറയേണ്ടത്. മുട്ടിന് മുകളിൽ, അരയ്ക്ക് മുകളിൽ, തലയ്ക്ക് മുകളിൽ. ഈശ്വര വരണ്ടായിരുന്നു. വെള്ളത്തിന്റെ ലെവൽ പറഞ്ഞാൽ മതി കേട്ടോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞ 3 ഉത്തരം കറക്റ്റാ. എന്താ? അതായത് ഈ പറഞ്ഞ വെള്ളത്തിൽ അമിതാഭ് ബച്ചൻ ഇറങ്ങി നിന്ന അയാളുടെ മുട്ട് വരെ ഉണ്ടാവും, ഞാൻ ഇറങ്ങി നിന്ന് എന്റെ അര വരെ ഉണ്ടാവും. ഞങ്ങൾ രണ്ടുപേരുമായിട്ട് ഉണ്ടപ്പക്രനെ എടുത്തിട്ട് അത് മൂടി പോവും. കറക്റ്റായിട്ട് ഉത്തരം പറയാൻ പറ്റും. അത് വളരെ മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്ന ഒരു 2 രൂപ 50 പൈസ സമ്മാനമായിട്ട് ലഭിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ശരിക്കും അവസാനിപ്പിക്കാനുള്ള സമയമായി. അപ്പോൾ ഇനി താങ്കൾക്ക് ഏതെങ്കിലും ഇപ്പോൾ ഒരു നല്ലൊരു സോങ്, അതായത് ഒരു മെയിൽ സോങ്, നല്ലൊരു സോങ്. ഞാൻ നല്ല കലാകാരനാണല്ലോ സാറേ. ആണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഏതായാലും ഫിലിപ്പോസ് അല്ല, ഒരു ഫീമെയിൽ വോയിസ് ആയിട്ടാ തോന്നുന്നത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. അസലായിട്ട് ആണുങ്ങളുടെ ശബ്ദത്തിൽ ഞാൻ പാടും. ആണോ? എന്നാ പിന്നെ എന്റെ ശബ്ദത്തിൽ പാടിക്കൂടെ? ഞാൻ ആണുങ്ങളുടെ ശബ്ദത്തിൽ പാടുന്ന പറഞ്ഞത്. ആണുങ്ങളുടെ. അപ്പൊ പിന്നെ താങ്കൾ ഉദ്ദേശിച്ചത്? ഞാൻ ഏതായാലും ഒരു പാടില്ല. അപ്പൊ ഏതായാലും ഞാൻ ദാസേട്ടനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ദാസേട്ടന്റെ കൂടെ എന്റെ സൗണ്ടും കൂടി ചേർത്ത് പാടിക്കും. ശരി, അപ്പൊ ഒരു കാര്യം ചെയ്യാം. ദാസേട്ടന്റെ പാട്ടില് ഈ ചേട്ടനും കൂടി ഞാൻ അനുകരിക്കാൻ പോവാണ്. ഒരുമിച്ച് വരുമ്പോ നല്ല ഭംഗിയായിരിക്കും. നല്ല ഭംഗിയായിരിക്കും. അലുവൻ ചാളക്കറിയും പോലെ ഇരിക്കും. അപ്പോൾ ദാസേട്ടന്റെ സൗണ്ട് ആദ്യം, അതിനുശേഷം എന്റെ ശബ്ദം അനുകരിക്കും. ഓക്കെ, തുടങ്ങാം. ഹപ്പിടുന്നിപ്പോ മനസ്സിലായില്ലേ? നമസ്കാരം. എന്നിലെ എളിയ കലാകാരനെ സ്റ്റേജിലൂടെയും സിനിമയിലൂടെയും ഇപ്പോൾ TV പരിപാടിയിലൂടെ എല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യമായിട്ട് നന്ദി അറിയിക്കുന്നു. ഏതായാലും തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം, പ്രോത്സാഹനം ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പരിപാടികൾ വീണ്ടും കാണാം എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ശരി, എന്ന് പറഞ്ഞപ്പോ പണിയെടുത്ത കാശാ ചെയ്യാൻ എത്ര നേരം അത്? മാഷ ആരെയും വിളിക്കണ്ട, അവരിങ്ങോട്ട് കയറി കൊണ്ട് വരും. മാഷ ഈ ബബ്ബ എന്ന് പറയല്ലേ, വല്ല കോഴിയും കയറി കൊണ്ട് വരും. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോഴാ കഴിയാണ്ടാവോ ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇതിന്റെ കമ്മിറ്റിക്കാർ, ഈ നാട്ടുകാരെ മുഴുവൻ ഊണുറക്കൊഴിച്ച് ഞാൻ പറഞ്ഞോളാം. പറഞ്ഞ അവിടെ നിന്ന് നിർത്തരുത്, ആൾക്കാർ തെറ്റിയിരിക്കും. ഊണുറക്കൊഴിച്ച് നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്.
കൂക്കണ്ട കുട്ടികളെ കൂക്കണ്ട. മഹാനായ നെഹ്റുജിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് പൂ 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 പൂക്കളെ പൂക്കളും എന്ത് കാട്ടിന് അവിടെ നിർത്തല് പറഞ്ഞില്ലേ? പൂക്കളും അതുപോലെ തന്നെ കൂ 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 കുട്ടികളും. കുട്ടിയോളും. ഞാൻ പറഞ്ഞോളാം. മാഷെ പൂക്കളും കുട്ടികളും ഹാ, അത് രണ്ടും ഇനി പറയണ്ട. ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു സംസ്കാരം നമ്മളാരും മറക്കരുതെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് ഈ മൈ 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 അന്വേഷിച്ചും പറഞ്ഞിരുന്നു പറഞ്ഞാൽ മൈ ഫ്രണ്ട് എന്ത് പണ്ടത്. ഫ്രണ്ട് പ്രഭാകരനും ഈ എല്ലാവിധ നന്ദി അറിയിക്കുന്നു. നന്ദി നന്ദി നമസ്കാരം. നന്നായി പോടാ കൂ കൂ കുടിയാ. മല പോലെ വന്ന് മഞ്ഞ് പോലെ പോയി. ഇതെവിടുത്തെ ഈ ജാതി ആൾക്കാര് കിട്ടും? നീ ഇവിടെ വന്ന് മൊത്തത്തിൽ കൊള്ളാക്കാനായിട്ട് ഇരിക്കാനുള്ള അവിടെ. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, നാട്ടുകാർ കയറിയപ്പോ തിരുത്തിയായിരുന്നു ഇവിടെ. നീ ഒരു കാര്യം ചെയ്ത് അങ്ങോട്ട് സ്റ്റേജിന്റെ ബാക്കപ്പ് ഒക്കെ ഇവിടെ കലാപരിപാടികൾ തുടങ്ങാൻ. കലാപരിപാടി എന്നാ ആദ്യം എന്റെ സർക്കസ് ചെയ്തോളാം. എന്നാ ഞാൻ ഉടനെ എടാ ഞാൻ പറഞ്ഞില്ലേ വേല ഇത് സർക്കസ് കളിക്കാനുള്ള സ്ഥലമല്ല, ഇത് കേരളമല്ല ലണ്ടനാണിത്. നിങ്ങൾ എന്ത് വർത്താനീ പറഞ്ഞു? ഈ സാധനങ്ങളൊക്കെ അവിടുന്ന് കെട്ടിച്ചൊന്ന് കൊണ്ടുവന്നിട്ട് നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിയെന്നേ, അതിന് സമയം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് ആൾക്കാരൊക്കെ സമ്മതിച്ച ഒരു അവസരം തരാം. അപ്പൊ പറ്റില്ല, അങ്ങോട്ട് ഇറങ്ങിയേക്ക്. ഇപ്പൊ ഡാൻസ് ആണ് പ്രിയമുള്ളവരെ. അതെ പ്രഭാരേട്ടാ, ഡാൻസ് നടക്കില്ല. അത് അവന്റെ സർക്കസ് നടക്കട്ടെ. ഇതൊന്നും നടക്കണ കാര്യമില്ല. ഞങ്ങൾ എന്റെ സർക്കസ് വെച്ചേ. ഇപ്പൊ എന്റെ സർക്കസ് ഞാൻ കളിപ്പിക്കണം. സർക്കസ് കളിപ്പിക്കും. പ്രിയമുള്ളവരെ, എന്തായാലും നമ്മുടെ കുഞ്ചാക്കോ ബോബൻ നയിക്കുന്ന ഒരു അടിപൊളി ഡാൻസ് ഉണ്ട്. അതിനു മുമ്പ് നമ്മുടെ വേലായുധൻ ഒരു സർക്കസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. വേലായുധന്റെ സർക്കസ്. അപ്പൊ ഞാൻ വന്നത് എത്ര നന്നായി. സുഹൃത്തുക്കളെ, നമ്മൾ പലതരം സർക്കസുകൾ കണ്ടിട്ടുണ്ടെങ്കിലും இந்த மாதிரி ഒരു നമ്മുടെ ഇത് സർക്കസിൽ എന്ത് ചിരിക്കും നിങ്ങള്? പറയാറില്ല, കാണിച്ച പോലെ പറയാങ്ങനെ പറ്റുള്ളൂ. അത് തമിഴില് പറയാൻ കിട്ടണ്ടേ? നമ്മുടെ നാട്ടുകാരുടെ മുമ്പിലല്ലേ, വേറെ എവിടെ ഇല്ലല്ലോ. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ കട്ട 3 സർക്കസ് നോക്കണം. ഇതാ നിങ്ങൾക്കുണ്ട് ആങ്ങളെ പെങ്ങളുമാരും. ഒരു ഞങ്ങളതൊക്കെ പറയാറുണ്ടെങ്കിലും മിണ്ടായിരുന്ന പണ്ടാറൊക്കെ. സുഹൃത്തുക്കളെ, ഒരു ചാൻ വയറിന് വേണ്ടി ഒരു മനുഷ്യ സുഹൃത്തിന് നിങ്ങളുടെ മുമ്പിൽ കാട്ടാൻ പോകുന്ന ഇത് നോക്കണം. അതെ, ഇവിടെ വന്നേ. ഒരാള് സഹായത്തിന് വേണം. എനിക്കിവിടെ വേലായുധന് സഹായത്തിന് ഏതെങ്കിലും ഒരു കുട്ടി കൊണ്ട് കടന്നു വരും. ഏതെങ്കിലും കുട്ടി നിങ്ങൾ നിന്നാ മതി. നിങ്ങളെ ഒരു പണിയില്ലാണ്ട് നിൽക്കണം ഇവിടെ. എനിക്ക് സർക്കസ് അറിയില്ല വേലായിട്ട്. നിങ്ങൾ കാട്ടണ്ട, ഞാൻ കാട്ടിക്കൊണ്ട്. നിന്നാ മതിയാ, വെറുതെ സഹായത്തിന് നിന്നാ മതി. എന്നാ നിക്കാം. ഇതാ അതെ, ഇങ്ങോട്ട് വന്നേ. ഞാൻ പറയുമ്പോ ഈ ബക്കറ്റ് എടുത്ത് തരഞ്ഞിട്ടാ ഈ വെള്ളം. സുഹൃത്തുക്കളെ, ഒരു ഇപ്പൊ പൊണ്ടിക്കണ്ട പറഞ്ഞിട്ട് കാട്ടിയാൽ മതി എന്ന് പറഞ്ഞില്ലേ, വെറുതെ. സുഹൃത്തുക്കളെ, ഒരേ ചാൻ വയറിന് വേണ്ടി ഒരു ബക്കറ്റിലെ ഒറ്റ ബക്കറ്റ് വെള്ളം. ഇതാ നോക്കണം സുഹൃത്തുക്കളെ, നിങ്ങൾക്കുണ്ട് ആങ്ങളെ പെങ്ങളുമാരും. അത് ഞാൻ പറയുമ്പോ ബക്കറ്റിലേക്ക്. സുഹൃത്തുക്കളെ, ഇതാ ഒരേ ചാൻ വയറിന് വേണ്ടി ഈ ബക്കറ്റിലെ ഒറ്റ ബക്കറ്റ് വെള്ളം നിന്നെപ്പിൽ നമ്മുടെ പ്രഭാകരേട്ടൻ കുടിച്ച് വറ്റിച്ച് കാണിച്ചു തരും. എല്ലാവരും കൈയടിക്കേ. ആര് കുടിച്ചു വച്ചിക്കണേ? അത് നിങ്ങള്. അപ്പൊ ആരുടെ സർക്കസ് കളിക്കണേ? ഞാൻ കുടിക്കാൻ നിന്നാ നിനക്കെന്താ പണി? എനിക്ക് പറയാൻ നിൽക്കണ്ടേ? നീ പറയാൻ നിന്ന് ഞാൻ കുടിക്കല സർക്കസ്. നിങ്ങള് അത് അങ്ങനല്ല, കുറേശ്ശെ കുടിച്ചാൽ മതി. ഒരു ഇത്തിരീശ് കുടിച്ചാൽ മതി. അതായത് എനിക്ക് ഒരു ദിവസം കുടിക്കാനും കുളിക്കാനും കൂടി ഒരു ഒറ്റ ബക്കറ്റ് വെള്ളം മതിയടാ. നിങ്ങൾ പറയുന്നേക്ക് ഞാൻ പറയുമ്പോ നിങ്ങൾ ഒരു ഇത്തിരീശ് ഒരു കുടിച്ചാൽ മതി. എവിടേക്ക് പോണിയാണ് പണ്ടാറ ഞാൻ പറയുമ്പോഴത്തേക്കും. നിങ്ങൾ കുടിക്കണ്ട, ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ കുടിക്കണ്ട, ഞാൻ കുടിച്ചോണ്ട്. ഞാൻ കുടിച്ചോണ്ട് കുഴപ്പമില്ല. നീ കുടിച്ചോ, ഞാൻ എന്നെ വലിച്ചടക്കരുത്. സുഹൃത്തുക്കളെ, ഇതാ ഒരു ഇത്തിരീശ് കുടിക്കാൻ പറ്റില്ല. എന്റെ അമ്മ വേണ്ടോ വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ അടുത്ത്? നിങ്ങൾ കുടിക്കണ്ട, ഞാൻ കുടിച്ചോളാന്ന് പറഞ്ഞില്ലേ? സുഹൃത്തുക്കളെ, ഇതാ ഒരേ ചാൻ വയറിന് വേണ്ടി പറ്റില്ലല്ലോ. വേണ്ട, പറ്റില്ലെന്ന് മനസ്സിലായി. സുഹൃത്തുക്കളെ, ഞാൻ വേറൊരു മാജിക് കാട്ടാ. അതുകൊണ്ട് കുഴപ്പമുണ്ട് നിങ്ങൾക്ക്? അതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ എന്നെ വലിച്ചടക്കരുത്. വേണ്ട, നിങ്ങൾ വേണ്ട. ഒരു മാജിക് കാട്ടാ. ആദ്യം ഒരു ടവൽ ഇങ്ങോട്ട് വന്നേ. അതൊക്കെ ചോദിച്ചു. സുഹൃത്തുക്കളെ, ഇതാ ഒരു ചാൻ വയറിന് വേണ്ടി ഒരു മനുഷ്യ സുഹൃത്ത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് കാട്ടാൻ പോകുന്ന ഒരു മാജിക്. ഇതെന്തത് സാധനം? ഇത് നാറിയിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ ഇവിടെ. സുഹൃത്തുക്കളെ, ഇതാ ഒരു വാച്ച് ഇങ്ങോട്ട് കേട്ട്. ഒരു പൊട്ട വാച്ച് മതി ഇങ്ങോട്ട് ഊരത്. സുഹൃത്തുക്കളെ, ഒരു ചാൻ വയറിന് വേണ്ടി ഇതാ നോക്കണം. ഒരു ടവലിൻ്റെ ഉള്ളിൽ വെച്ച് പൊതിഞ്ഞൊരു വാച്ച്. ഇതാ നിങ്ങൾ ഒരു കല്ലിങ്ങോട്ട് എടുത്തേ. ഒരു കല്ലിങ്ങോട്ട് എടുത്തിട്ട് വാ. സുഹൃത്തുക്കളെ, നിങ്ങൾക്കുണ്ട് ആങ്ങളെ പെങ്ങളുമാരും. ഒരു ചാൻ വയറിന് വേണ്ടി ഈ ടവലിൻ്റെ ഉള്ളിൽ വെച്ച് പൊതിഞ്ഞ വാച്ച്. ഇതാ നോക്കണം, നിങ്ങളുടെ മുമ്പിൽ വെച്ച്. അവിടെ ഒന്ന് കയ്യറ്റേ. മതി 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 അവിടെ ഇരിക്കട്ടെ, കാണിച്ചതാന്ന് പറഞ്ഞില്ലേ? സുഹൃത്തുക്കളെ,
അടുത്ത മാജിക് എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്, എന്നാലും കുഴപ്പമില്ല, അറിയുന്നവർക്ക് പ്രശ്നമില്ല കേട്ടോ. ഒരു ട്രിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഒരു ആ ഇരുമ്പിൻ്റെ വളയൻ്റെ അടുത്ത് ഇതാ നോക്കുന്ന സുഹൃത്തുക്കളെ, ഒരു ഇരുമ്പ് വളയത്തിൻ്റെ ഉള്ളിൽ കൂടെ 2 മനുഷ്യ സുഹൃത്തുക്കൾ കിടക്കുന്നൊരു രംഗമാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്കുണ്ട് ആങ്ങള പെങ്ങളുമാരും. എവിടേക്കാണ് പോകുന്നത്? ആരുടെ ഈ രണ്ടാള്? ഞാനും. അപ്പൊ വേല ഇത് എന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സർക്കസ് അറിയില്ല. നിങ്ങൾ കാട്ടണ്ട, ഞാൻ കാട്ടിക്കോളാന്ന് പറഞ്ഞില്ലേ. ഈ രണ്ടാളെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഞാനാ സർക്കസ് കാട്ടുന്നത്. നിങ്ങൾ അവിടെ നിന്ന് സഹായത്തിന് നിന്നാൽ മതി എന്ന് പറഞ്ഞില്ലേ. ഇതാ ഈ ഇരുമ്പോളത്തിന്റെ ഉള്ളിൽ കൂടെ 2 മനുഷ്യ സുഹൃത്തുക്കൾ കിടക്കുന്ന രംഗമാണ്. നിങ്ങൾക്കുണ്ട് ആങ്ങള പെങ്ങളുമാരും. ഇതാ നോക്കുന്ന സുഹൃത്തുക്കളെ, ഇതിന്റെ ഉള്ളിൽ കൂടെ കയറി ഒരു കയറിന്റെ ഉള്ളിൽ കൂടെ. ഒന്നാമത്തെ പണ്ടാറട ഞാൻ ബാഗ് എവിടെയെങ്കിലും വെക്കുമോ? 10 വയസ്സ് അതിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ കയറിന്റെ ഉള്ളിൽ കൂടെ സുഹൃത്തുക്കളെ ഒരു ചാൻ വഴിന് വേണ്ടി 2 മനുഷ്യ സുഹൃത്തുക്കൾ ഒരു ഇരുമ്പോളത്തിന്റെ ഉള്ളിൽ കൂടെ കയറാണ്. നിങ്ങൾക്കുണ്ട് ആങ്ങള പെങ്ങളുമാരും. ഇതാ നോക്കണം. അങ്ങനെ പറ്റുമോ? 2 ആൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറുന്നെങ്കിൽ വന്നത് ഞാൻ കാണിച്ചോളാം. നിങ്ങൾ കാട്ടിൽ പറഞ്ഞു തന്നാൽ മതി. സുഹൃത്തുക്കൾ ഇതാ നോക്കണം. ഒരു ചാൻ വയറിന് വേണ്ടി 2 മനുഷ്യ സുഹൃത്തുക്കൾ ഇരുമ്പോളത്തിന്റെ ഉള്ളിൽ കൂടെ കയറാണ്. ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും അറിയുന്നവർക്ക് പ്രശ്നമില്ല കേട്ടോ. അവിടെ ഇരിക്കും സുഹൃത്തുക്കളെ. ഇതാ ഒരു ചാൻ വരത്തെ തിക്കും തിരക്കുണ്ടാക്കല്ലേ, പറഞ്ഞിട്ട് കാണിച്ചാൽ മതി. സുഹൃത്തുക്കളെ ഇതാ നോക്കണം. ഞാൻ പറഞ്ഞ മാതിരി കാട്ട്. ഇതാ കുത്തി കയറില്ല, ഞാൻ പറഞ്ഞ മാതിരി കാട്ട്. നിങ്ങളുടെ വലത്തെ കൈ, ഇതിൻ്റെ വലത്തെ കൈ ഇടത്ത് വലിച്ചറിയില്ല നിങ്ങൾക്ക്. പോ നിനക്ക് പറ്റാ. ഞാൻ തല എടുത്തല ശരിക്കിരിക്കേ. എന്താ ഉദ്ദേശം? മറ്റേ ഇരിക്കാൻ ഇരിക്കേ. എടുത്ത കൈ പൊന്തല്ലേ. കൈ നീ ഞാൻ തിരിയട്ടെ. അവിടേക്ക് കൈ പിടിക്കാൻ പറഞ്ഞു. ഇയാൾ ഇവിടേക്ക് മൂട് പൊന്തിക്കണം കൊണ്ടുവന്നത്. കേറടോ, ഇയാൾ എന്താ ശ്വാസം കിട്ടല്ലേ. അത് എന്ത് നോക്കിയിട്ടാണോ നിൽക്കണത്? നിങ്ങൾക്ക് വലിയ ആകള് മക്കള് വരും. ഇതൊന്ന് വന്ന് മുറിക്കണോ ആരെങ്കിലും? ഒന്ന് വന്ന് മുറിക്കും പോലെ. ഇതൊന്ന് വന്ന് മുറിക്കണോ ആരെങ്കിലും? ഇറങ്ങിയ ശ്വാസം കിട്ടല്ലേ. വേണ്ടാത്ത പണിക്ക് നിന്നിട്ട് അറിയില്ല പറയണ്ടോ? സർക്കസ് കഴിഞ്ഞു. എന്റെ വാച്ച് വാച്ച് കുത്തിപ്പൊട്ടിച്ച് കണ്ടില്ലേ ഇവിടെ ഇരുന്നിട്ട്? വില ഇത് എല്ലാ സർക്കസുകാരും അങ്ങനെയാണ്. ആദ്യം വാച്ച് മേടിച്ച് കുത്തിപ്പൊട്ടിക്കും. പോവാൻ നേരത്ത് ഒരു കേടും കൂടാതെ ആ വാച്ച് ഇങ്ങോട്ട് തിരിച്ചു തരും. അതൊക്കെ വലിയ സർക്കസുകാരല്ലേ പറയട്ടെ. ഞാൻ പഠിക്കണല്ലോ. Mystic of just for Tennessee. Those mix. All styles, no matter what you like, we bring it to you every day via the mic. Strike back, find out where we at. Coming to you live. Funky sound, funky sound, funky sound, funky sound, funky sound.